പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം ഇടതുമുന്നണിയിൽ നിന്ന് UDF പിടിച്ചെടുത്തു. തുറവൂർ പഞ്ചായത്ത് ഭരണം LDF തിരിച്ചുപിടിച്ചു. എഴുപുന്നയിൽ UDFും ഭരണം തിരിച്ചുപിടിച്ചു. പ്രസാദ് കൃഷ്ണൻകുട്ടിയുടെ റിപ്പോർട്ട്. സംസ്ഥാനത്താകെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFിന് ചരിത്രപരമായ മുന്നേറ്റമുണ്ടായി. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണിത് സംഭവിച്ചത്. 2026 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ തീപാറുന്ന പോരാട്ടത്തിൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും UDF വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ചു. ആലപ്പുഴ ജില്ലയുടെ പ്രവേശന കവാടമായ അരൂർ മുതൽ പട്ടണക്കാട് വരെയുള്ള പഞ്ചായത്തുകളിൽ LDFിനും UDFിനും NDAയ്ക്കും അപ്രതീക്ഷിത വിജയപരാജയങ്ങൾ ഉണ്ടായി. അരൂർ, എഴുപുന്ന, കോടന്തുരുത്ത്, കുറ്റത്തോട്, തുറവൂർ, പട്ടണക്കാട്, വയലാർ പഞ്ചായത്തുകളിലെ വോട്ടുകൾ എണ്ണിയത് തുറവൂരിലെ തിരുമല ഭാഗം TD ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. രാവിലെ മുതൽ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും അടങ്ങിയ വലിയ ജനക്കൂട്ടത്തിന് TD സ്കൂൾ പരിസരം സാക്ഷിയായി. രാവിലെ 9 മണി മുതലാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയത്. 9:15 ആദ്യ ഫലങ്ങൾ വന്നു തുടങ്ങി. തുറവൂർ, പട്ടണക്കാട് ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡ് വിജയികളെയാണ് ആദ്യം പ്രഖ്യാപിച്ചത്. 19 വാർഡുകളുള്ള തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ LDFിന് 10 സീറ്റും UDFിന് 6 സീറ്റും NDAയ്ക്ക് 3 സീറ്റും ലഭിച്ചു. നിലവിൽ UDF ഭരിച്ച പഞ്ചായത്ത് ഇനി LDFിൻ്റെ കൈകളിലായി. കഴിഞ്ഞ 15 വർഷക്കാലമായി തുടർച്ചയായി വിജയിച്ച അനിത സോമൻ്റെയും CPM അരൂർ ഏരിയ കമ്മിറ്റി അംഗവും മുൻ LC സെക്രട്ടറിയുമായ സുരേഷ് ബാബുവിൻ്റെയും പരാജയം ശ്രദ്ധേയമായി. സുരേഷ് 14-ാം വാർഡിലും അനിത സോമൻ 4-ാം വാർഡിലുമാണ് പരാജയപ്പെട്ടത്. ജയിച്ചു വന്നാൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാമായിരുന്ന നേതാക്കളായിരുന്നു ഇവർ. തുറവൂർ പഞ്ചായത്തിലെ മുൻ വൈസ് പ്രസിഡന്റായിരുന്ന CO ജോർജും 11-ാം വാർഡിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നതും ശ്രദ്ധേയമായി. ഇവിടെ BJPയിലെ ജയസുധയാണ് വിജയിച്ചത്. 12-ാം വാർഡിലും പ്രവചനങ്ങളെ അട്ടിമറിച്ച് BJP സ്ഥാനാർത്ഥി ഷാജി വിജയിച്ചു. പഞ്ചായത്തിൽ 3 BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 5-ാം വാർഡിൽ മുൻ പ്രസിഡന്റായിരുന്ന L ഔസേപ്പ് LDF സ്ഥാനാർത്ഥിയും പുതുമുഖവുമായ സതീശൻ പരാജയപ്പെടുത്തി. പട്ടണക്കാട് പഞ്ചായത്തിൽ ആകെ 21 വാർഡുകളിൽ 12 വാർഡുകളിൽ UDF വിജയിച്ചു. 9 വാർഡുകളിൽ LDF വിജയിച്ചു. മുൻ ബ്ലോക്ക് അംഗമായ VK സാബുവിനെ 5-ാം വാർഡിൽ 157 വോട്ടിന് NK ജയ്പാൽ പരാജയപ്പെടുത്തി. പട്ടികജാതി സംവരണ സീറ്റിൽ വിജയിച്ചു വന്ന TT വിക്രമനാണ് പ്രസിഡന്റ് സ്ഥാനം. BJPക്ക് ഒരിടത്തും വിജയിക്കാനായില്ല. കുത്തിത്തോട് പഞ്ചായത്ത് ഇനി LDF ഭരിക്കും. NDAയ്ക്ക് 4 സീറ്റും UDFിന് 6 സീറ്റും LDFിന് 7 സീറ്റും ലഭിച്ചു. കോടന്തുരുത്ത് പഞ്ചായത്തിലെ 18 വാർഡുകളിൽ LDFിന് 11 സീറ്റും NDAയ്ക്ക് 6 സീറ്റും ലഭിച്ചപ്പോൾ UDFിന് 1 സീറ്റിൽ തൃപ്തിപ്പെടേണ്ടി വന്നു. കഴിഞ്ഞ തവണ BJP ഭരിച്ച പഞ്ചായത്തിൽ അട്ടിമറിയിലൂടെ കോൺഗ്രസ് ഭരിച്ചു വന്നത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജയകുമാർ ഇക്കുറി മത്സരരംഗത്തു നിന്നും വിട്ടുനിന്നു. എഴുപുന്ന പഞ്ചായത്തിൽ മുൻപ് ഭരിച്ചിരുന്ന 3 പഞ്ചായത്ത് പ്രസിഡന്റുമാർ തോറ്റത് LDFിന് വലിയ തിരിച്ചടിയായി. 10-ാം വാർഡിൽ മത്സരിച്ച R പ്രദീപ്, 2-ാം വാർഡിൽ മത്സരിച്ച ശ്യാമളകുമാരി, 8-ാം വാർഡിൽ മത്സരിച്ച KS തങ്കച്ചൻ എന്നിവരാണ് പരാജയപ്പെട്ട പ്രമുഖർ. എഴുപുന്ന പഞ്ചായത്തിലെ ആകെ 16 സീറ്റുകളിൽ UDFിന് 9 സീറ്റിലും LDFിന് 5 സീറ്റിലും NDAയ്ക്ക് 1 സീറ്റ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് 1 സീറ്റും ലഭിച്ചു. അരൂർ ഗ്രാമപഞ്ചായത്തിലെ LDFിനേറ്റ വൻ തിരിച്ചടിയായിരുന്നു മുൻ അരൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി VK സാബുവിൻ്റെ പരാജയം. എതിർ സ്വതന്ത്ര സ്ഥാനാർത്ഥി VK ഗൗരീശനാണ് VK സാബുവിനെ പരാജയപ്പെടുത്തിയത്. അരൂർ പഞ്ചായത്തിലെ ആകെ 24 വാർഡുകളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ UDFിന് 17 സീറ്റും LDFിന് 6 സീറ്റും സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് 1 സീറ്റും കിട്ടി. ഫലപ്രവചനങ്ങളെ കാറ്റിൽ പരത്തി UDFും NDAയ്ക്കും വൻ മുന്നേറ്റമാണ് പട്ടണക്കാട് ബ്ലോക്കിന് കീഴിലുള്ള പഞ്ചായത്തുകളിൽ നടന്ന ത്രിതല തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ സംഭവിച്ചത്. തുറവൂരിൽ നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി, കേരള വിഷൻ ടൈ ന്യൂസ്.